ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ, നമ്മുടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു സ്വഭാവം എന്താ വെച്ചാൽ, നമ്മളെല്ലാ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മനുഷ്യന്മാർ മറ്റുള്ളവരെ കെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരെയാണ് നമ്മൾ പൊതുവെ അവരെ ജന്മന അവര് ടു ടേക്ക് കെയർ ഓഫ് അതേഴ്സ്, ടു ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ്, അങ്ങനെയൊരു മെന്റാലിറ്റി ഉണ്ട്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊരു ചെറിയൊരു അപകടം വരികയോ അല്ലെങ്കിൽ അവരുടെ അസ്വസ്ഥതയാണ് എന്ന് തോന്നുകയോ അവർക്ക് വിഷമമുണ്ട് എന്ന് തോന്നുമ്പോൾ യു സ്റ്റാർട്ടഡ് റിയാക്ടിങ് ടു ദാറ്റ്. നിങ്ങൾ അതിനോട് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് പറഞ്ഞ് ശരിയാക്കാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആ കുട്ടിയുടെ വിഷമത്തിനെ നമ്മളുടെ ഒരു ടോട്ടലി നമ്മുടെ ഒരു വിഷമമായിട്ട് കണ്ട് അതിനോട് സംബന്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആ മനസ്സ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ് കണ്ടുകൊണ്ട്. കെയർ ചെയ്യാൻ, മറ്റുള്ളവരോട് കരുണ, കെയർ കാണിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മനുഷ്യർക്കുണ്ട്. അപ്പം ഈ കെയർ കാണിക്കാൻ ഉള്ള സ്വഭാവം ഉണ്ട്. പക്ഷെ കെയർ പ്രകടിപ്പിക്കാൻ, കെയർ ട്രാൻസ്ഫർ ചെയ്യാൻ, കെയർ ഒരാള് കോൺക്രീറ്റ് ആയിട്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ എന്ത് വേണം? ഒരു സിറ്റുവേഷൻ വേണം. സിറ്റുവേഷൻ വേണമെന്ന് പറയുന്നത് അതിന് ഒരു സ്ഥാപനത്തിന്റെ സഹായം വേണം. അതിന് ഒരു ചെറിയ തരത്തിലുള്ള ആരാണോ ആ സമൂഹത്തെ നിയന്ത്രിക്കുന്നത്, ഭരണക്രമം, ആ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഭരണക്രമം എന്താണ്, അവരുടെ സപ്പോർട്ട് കൂടി വേണം. അല്ല അവരിൽ ഒരാളാവുകയും കൂടി ചെയ്താൽ ഇതിന്റെ വേഗത ഭയങ്കരമായിട്ട്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ ഈ മുൻ മുഖ്യമന്ത്രിയുടെ കേസിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം സോഷ്യൽ വർക്ക് പഠിച്ചിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സന്ദർഭത്തിൽ എത്താനും അധികാര കേന്ദ്രത്തിന്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്തപ്പോൾ താൻ ഹോൾഡ് ചെയ്യുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള അധികാരത്തെ മറ്റുള്ളവരിലേക്ക് സഹായങ്ങളായിട്ട്, കരുണയായിട്ട്, കെയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മീഡിയം ഉണ്ടാവും. ആ മീഡിയം, അപ്പൊ ആ മീഡിയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വെറും ഒരു സോഷ്യൽ വർക്കർ മാത്രം ആയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട്, അവർ സഹായിക്കണം, അല്ലെങ്കിൽ അവരിലുള്ള ഒരു നാബ്ലിംഗ് യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ വേഗത, അതിന്റെ കാറ്റലിസ്റ്റ് എന്ന് പറയും, അതിനെ ചാലക ശക്തിയാക്കി മാറ്റുന്നത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്കില്ലാണ്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്കിൽ ഒരു വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്ന വൈദഗ്ധ്യമാണ്. ആ വൈദഗ്ധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെയും ഞാൻ മറഞ്ഞു വീഴുന്ന ഒരാളാണെങ്കിൽ എനിക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റില്ല. സോ ഇൻ ഓർഡർ ടു ടേക്ക് കെയർ ഓഫ് അതേഴ്സ് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ് ഫസ്റ്റ്. മനസ്സിലായോ? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടല്ല മറ്റുള്ളവരെ സഹായിക്കണം. ദാറ്റ് ഈസ് നോട്ട് ദ ഹെൽപ്പ്. അതല്ല. In order to help others, in order to take care of others, you should take care of yourself. But you should have a very built and able mental as well as physical status. The social worker should have this capacity in it first. അല്ലേ? നമ്മളെ രോഗമില്ലാത്ത മനുഷ്യരായിരിക്കണം. നമ്മുടെ ശരീരത്തെ വളരെ എപ്പോഴും റെഡി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ഒരു വാഹനം പോലെ എല്ലാം തയ്യാറാക്കിയിട്ടുള്ള ഒരു വാഹനം പോലെ ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ശരീരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു ശക്തി വേണം. അതോടൊപ്പം തന്നെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ മെന്റാലിറ്റി എന്താണ്, മനോനില, ഒരാളുടെ മനോനില എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അത് ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല ഒരു മുതിർന്ന ഒരാളെ ചെയ്യുന്നത്, അതുപോലെയല്ല ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ഒരാളെ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെയല്ല ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു കോണ്ടക്സ്റ്റിൽ, വെള്ളപ്പൊക്കത്തിന്റെ കോണ്ടക്സ്റ്റിൽ, കോവിഡിന്റെ കോണ്ടക്സ്റ്റിൽ, സോ മെനി കലാമിറ്റീസിന്റെ കോണ്ടക്സ്റ്റിൽ നമ്മൾ അതിൽ നിന്ന് അവിടെ നമ്മൾ വിതുമ്പി ഇരിക്കുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് അപ്പൊ നമ്മൾ
first condition to become a social worker is to take care of yourself. That you should take care of yourself first, then only you can extend your help or work as an enabling unit for others. മനസ്സിലായി? അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഡിസിപ്ലിൻ. ഇതിൻ്റെ പ്രൊഫഷണലൈസേഷൻ ഉണ്ട്. സോഷ്യൽ വർക്ക് ഈസ് എ പ്രൊഫഷൻ, സോഷ്യൽ വർക്ക് ഈസ് എ ഡിസിപ്ലിൻ, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. പക്ഷെ സോഷ്യൽ വർക്ക് ഡിസിപ്ലിൻ്റെ മനോഹാരിത എന്താണ്? ഇതൊരു ഒരു രസം എന്താണ്? ഓരോ വിഷയം പഠിക്കുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നല്ല അത് കൈകാര്യം ചെയ്യുന്ന, അത് ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്ന, ഒരു സ്റ്റുഡൻറ്റിനെ ഉണ്ടാക്കിയെടുക്കുന്ന കാപ്പബിലിറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വർക്ക് കൊണ്ട് മറ്റുള്ളവരിൽ ചലനം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ദാറ്റ് ഇസ് വാട്ട് സോഷ്യൽ വർക്ക്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് വർക്ക് യു ഡു ആൻഡ് ഹൗ ഡു യു മേക്ക് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. ലൈക്ക് നിങ്ങളിങ്ങനെ ഒരു കല്ല് ഈ പുഴയിൽ ഇങ്ങനെ എറിയുകയാണെങ്കിൽ ഇങ്ങനെ അതിവേഗം ആ കല്ല് ഒരു സ്ഥലത്ത് തട്ടി അടുത്ത തട്ടിലേക്ക് തട്ടി, അങ്ങനെ ഓരോ ഓളങ്ങൾ ഇങ്ങനെ എവിടെയാണോ കല്ല് വന്ന് വീഴുന്നത് അവിടെ ഇങ്ങനെ ഓരോരോ ഓളങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ കല്ല് വീഴുന്ന സമയത്തുള്ള ഓളങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ആക്ട്, സോഷ്യൽ വർക്ക് ഒരു ആക്ട് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഓളങ്ങൾ ഉണ്ടാവണം. അതാണ് സോഷ്യൽ വർക്ക്. അങ്ങനെയുള്ള ഓളങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാറ്റമാണ് ഒരു ആക്ട് കൊണ്ട്, നിങ്ങളുടെ ഒരു ആക്ട് കൊണ്ട് ഉണ്ടാവുന്നത്, സമൂഹത്തിൽ ഉണ്ടായി വരുന്നത്? അങ്ങനെ വരുന്ന മാറ്റം എന്ത് തരം സാമൂഹ്യ ജീവിതത്തെയാണ് എളുപ്പമാക്കിയത്? എന്ത് തരം മനുഷ്യരെയാണ് അവരുടെ പ്രതീക്ഷകളിൽ നിന്ന്, അവരെ നഷ്ടപ്പെട്ട പ്രതീക്ഷയിൽ നിന്ന് അവരുടെ പ്രതീക്ഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ടാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ വർക്ക്. ഇങ്ങനെയുള്ള മനുഷ്യന്റെ ഒരു സോഷ്യൽ വർക്കറുടെ ഇടപെടലുകൾ കാരണം സംഭവിക്കുന്ന മാറ്റങ്ങളെ ഓരോ നോക്കി ഇങ്ങനെ എഴുതിയാൽ മാത്രം പോകും. അപ്പോൾ നിങ്ങൾ ഉന്നതമായ നിലയിലേക്ക് ഇപ്പോൾ MSW കഴിഞ്ഞു, നിങ്ങൾ അതിനൊരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. യു ക്യാൻ ഓഫ് കോഴ്സ് ഗോ ഔട്ട്സൈഡ്. Especially in European countries, there are immense possibilities for social work. കാരണം എന്താണ്? കാരണം മറ്റ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ജനസംഖ്യ വളരെ, ഇന്ത്യയിലെ ജനസംഖ്യ അതിഭീമമായി വർദ്ധിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ ജനങ്ങളെ കൊണ്ട് തിങ്ങിപ്പറക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ദിസ് ഇസ് നാച്ചുറൽ ടെൻഡൻസിയാണ്. ഹ്യൂമൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ നോക്കുമ്പോൾ, ഗ്ലോബൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ, people started moving from one place to another place. അല്ലേ? And the whole people had come here, India. So many people came to India. അല്ലേ? എത്ര പേര് വന്നു? പോർച്ചുഗീസുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഡച്ചുകാർ വന്നു. സോ മെനി പീപ്പിൾ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ ഡെമോഗ്രാഫിക് പാറ്റേൺസിൻ്റെ മാറ്റാണ് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ വർക്കറെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് വയസ്സന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇവിടെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ. ബിക്കോസ് ഓഫ് ദ ലൈഫ് എക്സ്പെക്ടൻസി ഈസ് വെരി ഹൈ. വൈ? Because of the developed nation, they take care of the childhood, give adequate importance to education, and then they become an employed guy, and later their life is so vast and they have to live. അതുകൊണ്ടാണ് the old age homes in Western countries are increasingly high. അതുകൊണ്ട് അവിടെ അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ചെറിയ കുട്ടികളുടെ അവിടെ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവിടെ കുട്ടികളുടെ എണ്ണം കുറവാണ്. കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും. അതുകൊണ്ടാണ് ഈ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അടക്കം മാറ്റുമെന്ന് പറയുന്നത്.
ഇപ്പം ഇന്ത്യയുടെ പ്രശ്നം എന്താണ്? ഇന്ത്യയിലൊരു 62% വരുന്ന ജനത ഏതാണ്ട് 35 വയസ്സിന് താഴെയുള്ളവരാണ് ഇപ്പോൾ. മനസ്സിലായേ? ഇപ്പൊ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതലാണ്. അവരെല്ലാവരും ഇന്ത്യയിൽ തന്നെ ഇരുന്നാൽ അവർക്ക് തൊഴിലൊന്നും കിട്ടില്ല. സോ ദേ സ്റ്റാർട്ടഡ്. ഇത് സ്വാഭാവികമായിട്ട് അപ്പൊ വെറുതെ പുറത്തേക്ക് പോയാൽ പോരാ, വൈദഗ്ധ്യമുള്ള തൊഴിലാളി ആയിട്ട് വേണം പോകാൻ. എന്തെങ്കിലും ഒരു പ്രത്യേക പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻഡ് ആൾക്കാർക്ക് മാത്രമേ അവിടെ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ അവര് ഇവിടെ പോലെ പിന്നെ ഇവിടെ വന്നോളും, കുറച്ചു കാലം ഇവിടെ ജോലി ചെയ്യും, പിന്നെ നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്ന രീതിയില്ല അവിടെ ഉള്ളത്. അവിടെ നിങ്ങൾ വന്നാൽ വാട്ട് യു ഗോയിങ് ടു ഡു ഇറ്റ് ബി ഡിഫൈൻഡ് വെൽ, അത് കൃത്യമായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്ന ആൾക്കാരുടെയൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പോകുന്നത്. നേഴ്സസ്, ഡോക്ടേഴ്സ്, പ്ലംബേഴ്സ്, ഇൻഡസ്ട്രിയൽ ട്രെയിനേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, അവിടെ പോകും. അങ്ങനെയാണ് അവിടെ. അപ്പൊ അവിടുത്തെ കുട്ടികളോട് ഞാനൊരു ഫ്രഞ്ച് എൻ്റെ റിലേറ്റീവ് ഫ്രാൻസിലാണ് പിന്നെ ജീവിക്കുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞിനെ അവർക്ക് പിന്നെ ഒരു അടുത്ത ഞായറാഴ്ച അവർക്ക് കളിക്കണം. സ്റ്റുഡൻസ് ചെറിയ കുട്ടികൾക്ക് കളിക്കണം. അപ്പൊ കളിക്കുന്ന വെച്ചാൽ അന്നേരം പോയി ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പോലെ അവിടെ പിടാവാക്ക് പോയി കളിക്കാം. അങ്ങനെ അവിടെ നേരത്തെ ഫിക്സ് ചെയ്യണം. അതായത് ഇന്ന സമയത്ത് ഞങ്ങൾ അവിടെ കളിക്കുമെന്ന് മറ്റേ ഫ്ലാറ്റിലെ സ്റ്റുഡൻറ്റിനോട് ചിൽഡ്രനോട് പറയണം, കുട്ടിയോട് പറയണം. ആ കുട്ടിയുടെ വീട്ടുകാർ അത് എഗ്രി ചെയ്യണം. ആൻഡ് ദെൻ ദാറ്റ് ദേ ജോയിൻ സൺഡേ. അങ്ങനെയാണ്. മനസ്സിലായല്ലോ? അതേപോലെ സ്കൂളിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ കൊടുക്കുന്ന ഭക്ഷണം അമ്മ തന്നെ പാചകം ചെയ്ത് ഭക്ഷണം സ്കൂളിൽ എത്തിക്കണം. അമ്മ തന്നെ എത്തിക്കണം 5ാം ക്ലാസ്സിൽ. അപ്പൊ ആ ഭക്ഷണം അവിടുത്തെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യും. അത് അന്നേരം തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്തി ചൂടുള്ള ഭക്ഷണം മാത്രമേ ആ കുട്ടികൾ. അങ്ങനെ വളരുന്ന കുട്ടികളാണ് അവിടെയുള്ളത്. ഈ സ്വീഡനിലും സ്വിറ്റ്സർലാൻഡിലും ലണ്ടനിലും ഒക്കെ, യൂറോപ്പില്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇവിടെയൊക്കെയുള്ള അങ്ങനെ വളരുന്ന കുട്ടികളാണ്. നമ്മളെപ്പോലെ എന്തെങ്കിലും കിട്ടിയിട്ട് ജീവിച്ചവരല്ല. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് എന്തുണ്ട്? അങ്ങനെ കുട്ടികൾ വരുമ്പോൾ they are very concerned about their health, their vocabularies, what they have learned is clear. For what they learned is also clear. It's not an unexpected call that enters, finally end up in the ICDS and then okay, then I can join here. അങ്ങനെ വന്നവരല്ല ക്ലാസ്സിൽ. അപ്പൊ എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോയി MSW പഠിക്കാം എന്ന് പറയുന്ന ഒരു രീതി അല്ല അവിടെയുള്ളത്. There's a very predetermined, innate ability of the taste of the student will be ensured first and then they go for the course. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തിലുള്ള ആൾക്കാർ നമ്മൾ പോകുമ്പോൾ their life expectancy, their quality of life is very high. അതുകൊണ്ടാണ് ഈ അവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനം ഇപ്പൊ അവിടെ പിന്നെ വെസ്റ്റിൽ ഉണ്ടാക്കുന്ന, ഇപ്പൊ ജർമ്മനിയിൽ ഉണ്ടാക്കുന്ന, ഫോർ എക്സാമ്പിൾ ജർമ്മൻ കമ്പനി ആയിട്ടുള്ള ഫോക്സ് വാഗൻ എന്ന് പറയുന്ന ഒരു കാറുണ്ട്. അതായത് ജർമ്മൻ കമ്പനിയിൽ ഉണ്ടാക്കുന്നൊരു അത് ഇവിടുത്തെ തൊഴിലാളികൾ, ഇന്ത്യൻ തൊഴിലാളികൾ അത് ഉണ്ടാക്കുമ്പോൾ അതിന്റെ വില കുറയും. Why it is so? Because the quality of the labor in India is poor. മനസ്സിലായോ? അയാൾക്ക് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണമൊന്നുമില്ല. ഒരുപാട് ഫുഡ് പോയിഷനൊക്കെ ആയിട്ടാണ് ആ കുട്ടി പഠിച്ചു വന്നത്, ഇന്ത്യയിലെ കുട്ടി. അപ്പൊ അവൻ ഉണ്ടാക്കുന്ന അവന്റെ സ്കില്ല് കുറഞ്ഞിരിക്കും എന്ന പ്രീ സപ്പോസിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ബട്ട് ദാറ്റ് ഈസ് സെറ്റിംഗ് ക്വാളിറ്റി ഓഫ് ലേബർ. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലേബർ, ക്ലാസ് ആയിട്ടുള്ള ക്വാളിറ്റി ഓഫ് ലേബർ. അത് ഇനാപ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഒരു സോഷ്യൽ വർക്ക്. അല്ലെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ജോലിയാണ്, എളുപ്പം ചെയ്യാവുന്ന. മദർ തെരേസ ഇന്റർനാഷണലി നോൺ സോഷ്യൽ വർക്ക് അല്ലേ? തെരുവിലുള്ള കുട്ടികളൊക്കെ പോയി എടുത്ത് മാറോട് ചേർത്ത് കൊണ്ടുപോയി കുട്ടികളെ പഠിപ്പിച്ചു വളർത്തി, അങ്ങനെ മദർ ഓഫ് ദിസ് വേൾഡ്. അവരിത് പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. പക്ഷെ അങ്ങനെ മാത്രം
അതൊരു കരുണയുടെയും ഒരു റിലീജിയസിറ്റിയുടെയും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫിന്റെയും ഭാഗമായിട്ട് എടുക്കുക. നിങ്ങളോട് സ്പിരിച്വൽ ആവാനല്ല പറയുന്നത്, നിങ്ങളോട് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവ് ആവാനാണ്, വസ്തുനിഷ്ഠമായിട്ടും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സബ്ജക്റ്റീവായിട്ടുള്ള മനോനില. ഇവന്റെ മനോനില ഇവനോട് ഇരിക്കുമ്പോൾ തന്നെയും ഇവൻ യഥാർത്ഥത്തിൽ ഇവന്റെ പ്രശ്നം എന്താണെന്നൊക്കെ അവളോട് ചില സമയം പറഞ്ഞിട്ടുണ്ടാവും. അത് ഒന്നോ രണ്ടോ ലൈൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉണ്ടാവും. അത് അവളുടെ കപ്പാസിറ്റിയാണ് അത് പിടിച്ചെടുക്കാൻ. അവളോട് അല്ലാത്ത ആൾക്കാരോട് ഈ കഥ മുഴുവൻ പറഞ്ഞിട്ടും ബ്ലിങ്കറ്റ് അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് എൻ്റെ പ്രശ്നം. അത് ഈ കല്ല് വെള്ളം ഒഴിക്കുന്ന പോലെ വെള്ളം ഇങ്ങനെ പോകാനല്ലാതെ കല്ല് സംഭവിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ കെയർ എന്ന് പറയുന്നത് ഒരു ഇനേറ്റ് ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു സവിശേഷമായ സ്വഭാവമാണ്. ഏത് ക്രൂരനായ മനുഷ്യനും ഒരു പറ്റുന്ന ഒരു സന്ദർഭത്തിൽ കെയർ കാണിക്കാൻ ഒരു അവസരം കിട്ടി ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ഫ്ലഡ് ഉള്ള സമയത്ത് എല്ലാം ഗവൺമെന്റ് ചെയ്തിട്ടാണോ ശരിയായത്? ഈ ഫ്ലഡ് വന്നപ്പോൾ ആൾക്കാരെ കമ്മ്യൂണിറ്റി കിച്ചൺ മനുഷ്യനോ അവരുടെ നിലവിളി കേൾക്കാനായിട്ടുള്ള ആൾക്കാർ പോകുന്നു. ഇതൊക്കെ എന്താണ് ഗവൺമെന്റ് ഇങ്ങനെ സ്പോൺസർ ചെയ്തിട്ടാണോ? അല്ല, മനുഷ്യർ അവിടുന്ന് പിന്നെ വെള്ളപ്പൊക്കം വന്നപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടി അങ്ങനെ അവർ തന്നെ പിന്നെ കമ്മ്യൂണിറ്റി കിച്ചണിന്റെ അവർ തന്നെ സാമ്പാർ ഉണ്ടാക്കി, അവർ തന്നെ സാമ്പാർ വിളമ്പി, അത് അല്ലേ അങ്ങനെയല്ലേ. അപ്പൊ അത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു ഇനേറ്റ് ടെൻഡൻസിയാണ് ഈ സമയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതാണ്, അതുകൊണ്ടാണ് പൊതുവെ വെസ്റ്റേൺ ഈ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ പോകുന്നത് മറ്റു രാജ്യങ്ങളിലാണ്. കാരണം അവിടുത്തെ ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് വെരി ഹൈ. അപ്പൊ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, യുവർ ലേബർ വിൽ ബി ഹൈലി റിവാർഡഡ്. ഇവിടുത്തെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ നോക്കുന്ന പോലെയല്ല. ഇവിടുത്തെ ഒരു ഓൾഡ് ഏജ് ഹോം, ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് മൂന്നാം ലോക രാജ്യത്തെ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുന്നത് പോലും എന്തോ ഒരു കുറ്റമാണെന്ന് വിചാരിക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം. ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുന്നത് പ്രായമുള്ള ആൾക്കാരൊക്കെ കൂടി ഒന്നിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന അർത്ഥത്തിലാണ് ഓൾഡ് ഏജ് ഹോം എന്ന സങ്കല്പം പിന്നെ ഉണ്ടായി വരുന്നത്. പക്ഷേ മലയാളികൾ അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ക്രൂരനായ ഒരു പിന്നെ ഒരു മകനാണ് സ്വന്തം അച്ഛനെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കി, അമ്മയെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കി എന്ന് പറയുന്ന ഒരുതരം പ്രാകൃതമായിട്ടുള്ള ചിന്താരീതി ഇപ്പോഴും വെച്ചു പുലർത്തുന്ന മനുഷ്യരെയാണ് നമ്മൾ പലപ്പോഴും മലയാളികൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരുതരം ഇതുണ്ട്. ആധുനികമായ മൂല്യങ്ങളെ ഇങ്ങനെ സ്വാംശീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ അവർക്ക് സന്തോഷം കിട്ടാവുന്ന രീതിയിൽ അവരുടെ പോലുള്ള മനുഷ്യർ ഒത്തുചേരുന്ന ഒരു സ്ഥലത്ത് അവരെ പോലുള്ള മനുഷ്യർ പാട്ടുപാടുകയും ചിരിക്കുകയും സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് അതല്ലേ സന്തോഷം എന്ന് പറയുന്നതിന് പകരം ആരുമില്ലാത്ത ഒരു വീട്ടിൽ തൊട്ട് അപ്പുറം ഒരു പട്ടിക്കൂട് മാത്രം, പട്ടിയും പട്ടിക്കൂടും പിന്നെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രം ഒതുങ്ങുന്ന വീട്ടിൽ അവർ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കുന്ന ഒരു മണ്ടൻ മനോഭാവമുള്ളവരെയാണ് പലപ്പോഴും മലയാളികൾ. മനസ്സിലായില്ലേ? അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോബഡി വിളിക്കില്ലേ, ഈ പട്ടി പോലും വ്യത്യാസം കഴിച്ചത്, പക്ഷെ അവിടെ തന്നെ പ്രശ്നം ഉണ്ടാവും. ബട്ട് ഇറ്റ് ഈസ് ഈസി ഫോർ ദം ടു ജോയിൻ ഇൻ ഓൾഡ് ഏജ് ഹോമിലാക്കാം. കൺസ്ട്രക്ഷൻസ് ഇൻ അവർ മൈൻഡ് അതുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള കേരളത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ യു ആർ ഗോയിങ് ടു ഫേസ് എ സീരിയസ് പ്രോബ്ലം ദാറ്റ് യു ഷുഡ് ഓൾവേസ് എഗെയിൻസ്റ്റ് ദ നോം. സോഷ്യൽ നോമിന് വിരുദ്ധമായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ പറയും അവരെ ഉണ്ടായിക്കൂടെന്ന് പറയും, അതുവരെ അങ്ങനെ ഉണ്ടാക്കാൻ. ഈ ടെൻഷൻ ഉണ്ടാവും. ഈ ടെൻഷൻ നിങ്ങൾ എങ്ങനെ മറികടക്കും? ഈ ടെൻഷനെ മറികടക്കുന്ന വിപ്ലവം പറഞ്ഞിട്ടൊന്നും ഈ ടെൻഷനെ മറികടക്കാൻ പറ്റില്ല. മനസ്സിലായി? ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അങ്ങനെയൊന്നും പറയും സോഷ്യൽ. അപ്പൊ അവരുടെ മനസ്സിന്റെ അവരുടെ മനോനിലക്കുള്ളിലും മെന്റാലിറ്റിക്കുള്ളിലും നിങ്ങൾ ഒരു സ്ഥാനം അടയാളപ്പെടുത്തി അങ്ങനെ അതിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ അതൊരു ചെറിയ വഴിയല്ല. സോ മെനി തിങ്സ്. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു വരുന്നതാണ് നമ്മളൊരു ഇനാബിളിംഗ് യൂണിറ്റ് ആണ്. എവരി സോഷ്യൽ വർക്കർ ഈസ് എൻ ഇനാബിളിംഗ് യൂണിറ്റ് that makes opportunities, facilities to others to come up and to have a happily life. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ you represent the society. നിങ്ങൾ ഈ ലോകത്തെ ഈ സമൂഹത്തിലുള്ള എല്ലാതരം മനുഷ്യരെയും നിങ്ങൾ പ്രതിനിധീകരിക്കണം. എല്ലാ മനുഷ്യരിലെയും പിന്നെ
ജീവിതാവസ്ഥ, very high class and low class, middle class, all kinds of cultures you should understand. Then only you can intervene in the, life, in their attitudes, and you should be so patient. വളരെ പേഷ്യൻ്റ് ഉള്ള ആളായിരിക്കണം. മനസ്സിലായില്ലേ? വളരെ പേഷ്യൻസ് വേണം. കാരണം ഞാനൊരു ആളെ ഈ ഡി അഡിക്ഷൻ സെൻ്ററിൽ ആക്കിയിട്ട് തിരിച്ചൊരു അവർ അങ്ങോട്ട് എടുത്തില്ല. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഈ സിസ്റ്റർ ഇവരെ ഒരു കുത്തിവെച്ച് ഇങ്ങനെ ഒരു കുത്തിവെക്കാൻ വേണ്ടി പോവാണ്. അതായത് പിന്നെ ഇതില്ല, വാട്ടർ കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് ട്രിപ്പ് ചെയ്യാൻ പോവാണ്. ട്രിപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ആള് അവിടെ കിടന്ന് ആ സ്ത്രീയോട് ചോദിക്കുന്നത്, നീ ആരടി, ഹിറ്റ്ലറാണോ എന്നൊക്കെ ചോദിക്കും ഇയാൾ. അപ്പോൾ ആ സിസ്റ്റർക്ക് സംഗതി പേഷ്യൻ്റ് ഉള്ളതുകൊണ്ടാണ് അത് മനസ്സിലായത്. പക്ഷെ വേറൊരു സിസ്റ്റർക്ക് അവരുടെ പേഷ്യൻ്റ് അവരുടെ ഇത് കൺട്രോൾ പോയി, അവർ ഭയങ്കരമായിട്ട്. ഇതൊക്കെ നോർമലായി, ഇതൊന്നും അവർ പറയുന്നില്ല, ഇതൊക്കെ അവരുടെ ഒരു മനസ്സിലായില്ലേ. ആ രീതിയിൽ നിങ്ങൾ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ കാണുകയും അതിനോട് സംവദിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സ് വേണം, നിങ്ങൾക്ക് നല്ല ശരീരം വേണം, നല്ല ശബ്ദം വേണം. അതിനാണ് ശബ്ദം. അതിനാണ് ശബ്ദം എന്ന് ചോദിച്ചാൽ, ചില സമയം നിങ്ങൾക്ക് നന്നായി അഭിനയിക്കാനും അറിയാം. മനസ്സിലായില്ലേ? നിങ്ങൾ അഭിനയിക്കുന്നത് ഒരാളോട് ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെടാവുന്ന പോലെ അഭിനയിക്കണം. അപ്പോഴൊക്കെ ചില ആൾക്കാർ കേൾക്കും, അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കും. മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ ഇരിക്കും പോലെ കേൾക്കില്ല. അപ്പൊ അത് നിങ്ങൾ യു ആർ കംപ്ലീറ്റ് ആയിട്ട് ഒരു ആക്ടറായിട്ട്, ഒരു സോഷ്യൽ ആക്ടർ. മനസ്സിലായില്ലേ? ആക്ടറാണ്, സോഷ്യൽ ആക്ടറാണ്, സോഷ്യൽ വർക്കർ ഈസ് ഓൾസോ എ സോഷ്യൽ ആക്ടർ. അപ്പോൾ ബോഡി വേണം, ആക്ട് ചെയ്യുന്നവർക്ക് ബോഡി വേണം, ശരീരം വേണം, നല്ല ശരീരമായിരിക്കണം, നല്ല ആരോഗ്യമുള്ള ശരീരമായിരിക്കണം, നല്ല മൈൻഡ് വേണം, നല്ല ശബ്ദം വേണം. അഭിനയിക്കാൻ ശബ്ദം വേണം. കാരണം ശബ്ദത്തിലൂടെയാണല്ലോ ഡയലോഗൊക്കെ വരിക. അതായത് പിന്നെ ഇങ്ങനെ ആംഗ്യം വെച്ചിട്ട് മൈം മാത്രമേ അവതരിപ്പിക്കാൻ. അപ്പോ നിശബ്ദരായ ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ നിർത്തും. നിശബ്ദരായ മനുഷ്യർ, അവർക്ക് ശബ്ദം കൊടുക്കാൻ കഴിയുന്ന വഴികൾ എന്തൊക്കെയാണ്? ചില ആൾക്കാരോട് നിങ്ങൾ ശബ്ദം നഷ്ടപ്പെട്ടവരാരാണെന്ന് ചോദിച്ചാൽ, സമൂഹത്തിൻ്റെ എല്ലാ അധികാര രൂപങ്ങളും അതിൻ്റെ എല്ലാ തിന്മവശങ്ങളെയും അതിൻ്റെ എല്ലാ ക്രൂര രൂപങ്ങളെയും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നവരുടെ ശബ്ദം പലപ്പോഴും ഒക്കെ ചെറുതായിരിക്കും, ആരും കേൾക്കാത്തതായിരിക്കും, ശബ്ദമില്ലാതെയും ഇരിക്കും. അല്ലേ? നിങ്ങളുടെ ഭാഷ പോലും അവർക്ക് മനസ്സിലാവാത്ത മനുഷ്യരുണ്ട്. അതിനെ നമ്മൾ ഒപ്രസ്ഡ് എന്ന് പറയും. എല്ലാം കൊണ്ടും ഒപ്രസ്ഡായി പോയിട്ടുള്ളത്. ഇപ്പൊ മധ്യപ്രദേശിലെ ഒരാളുടെ തലയിൽ ഒരാൾ മൂത്രമൊഴിച്ചു, കണ്ടിരുന്നു? ന്യൂസായിരുന്നു, ഭയങ്കര ന്യൂസായി, ലോകത്തെ വലിയ പ്രശ്നം. ഒരാളുടെ തലയിൽ ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റണമെങ്കിൽ അതെന്താണത്? എന്തുകൊണ്ടായിരിക്കും ഒരാളുടെ തലയിൽ ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ സാധിക്കുന്നത്? തൻ്റെ മൂത്രം പോലെ, ഞാൻ ഒഴിക്കുന്ന മൂത്രം പോലെ ശരീരം പുറപ്പെടുവിക്കുന്ന വിസർജമാണ് മറ്റേ ആളുടെ തല. അതുപോലെയാണ് അയാളുടെ തല എന്ന് തോന്നുന്ന ഒരാൾക്ക് അയാൾ തലയിൽ മൂത്രം, അയാളെ മൂത്രം പോലെ ഈക്വലാണ് മറ്റവന്റെ തല എന്ന് തോന്നുന്നത്. അതാണ് അതിൻ്റെ ഒപ്രഷൻ്റെ ഭീകരതയാണ്. അയാളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന എല്ലാതരം ഫിൽത്തി ആയിട്ടുള്ള എല്ലാ സാധനവും, മലമൂത്ര വിസർജനം മുഴുവൻ അതുപോലെയാണ് മറ്റൊരാൾ. അത് ആ കണ്ടന്റ് പോലെയാണ് അയാളുടെ ശരീരവും മനസ്സും എല്ലാം കണ്ടന്റ് എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഭയങ്കര ഡോമിനൻസ് ഒരാൾക്ക് ഇന്ത്യയിലുള്ള, ഭയങ്കര അധികാരം, ഭയങ്കര സാമൂഹ്യമായ ആധിപത്യം.
ഒരാൾക്കുണ്ട്. ആ ആധിപത്യം മറ്റവനില്ല. മറ്റവന്റെ മേൽ സ്വാഭാവികമായും പ്രവർത്തിക്കാൻ പറ്റും. വളരെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്. അയാളിങ്ങനെ വെള്ളം സിഗരറ്റൊക്കെ കഴിച്ചിട്ട് കൂളായിട്ടാണ് അയാൾ മൂത്രമൊഴിക്കുന്നത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്നിട്ട് അയാള് വലിയ ഇഷ്യൂ ആയപ്പോ അയാളെ പിടിച്ച് പിന്നെ അയാളെ പോലീസ് കേസ് എടുക്കാനൊക്കെ പോയപ്പോൾ അയാളോട് ചോദിച്ചു എന്താണ്, അയാൾ അറിയാതെ മൂത്രമൊഴിച്ചതായിരിക്കും. അത് അത്യുന്നതമായിട്ടുള്ള ഒരു ആത്മീയമായ പിന്നെ വെളിപാട് കൊണ്ടാണോ അയാൾ അങ്ങനെ പറഞ്ഞ? യേശുവിന്റെ ഒക്കെ പോലെ ഞാൻ ഫോർഗീവ് ചെയ്യും അങ്ങനെയാണോ? കാരണം പിന്നീടും അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ ജീവിക്കണം. ഇവന്മാരൊക്കെ കൂടുന്ന സമൂഹമാണ് അവിടെ. അത് കേസുമായി അത് പ്രശ്നമായി പോയാൽ ഇയാൾക്കിപ്പോ തലയെങ്കിലും ഉണ്ട്, തലയിൽ മൂത്രമേ ചോദിച്ചിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ തല പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അപ്പൊ അദ്ദേഹം അയാൾ ആ അധികാര അതീശത്വ സ്വഭാവത്തോട് അടിയ നടക്കും. അങ്ങനെയുള്ള സമൂഹമാണ്. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ട പോയ, ശബ്ദം ഇല്ലാതെ പോയാൽ, ശബ്ദം എടുത്തു മാറ്റപ്പെട്ടവരുടെ ശബ്ദമായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ അപ്പൊ ഞാനിത് ഇത് പഠിക്കാൻ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഇത്തരം സാധനങ്ങൾ പഠിക്കാനുള്ള ഒരു തിയറി ഉണ്ട്. പലതരം തിയറികളുണ്ട്, മനസ്സിലായ? അപ്പൊ തിയറിയും കൂടി വേണം. ഇതൊക്കെ നമ്മളിങ്ങനെ കുറെ ലോകത്ത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇങ്ങനെ നോക്കാം, തിയറി കൂടി വേണം. ഒരു തിയറി പെഡഗോഗി ഒപ്രസ് എന്നാണ് ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലാണ്. നിങ്ങൾ അടിയന്തരമായി നിങ്ങൾ സോഷ്യൽ വർക്കർ ആയാലും ആയില്ലെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ വായിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പെഡഗോഗി ഒപ്രസ്, മർദ്ദിതന്റെ ബോധനശാസ്ത്രം. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ നിങ്ങൾ പഠിക്കാനുണ്ടാവും സ്വാഭാവികം. പെഡഗോഗി ഓഫ് ദ ഒപ്രസ്. അപ്പൊ ഈ പെഡഗോഗി ഓഫ് ദ ഒപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു തിയറി പറയുന്നത്, ഈ മൂത്രം ഒഴിച്ചതുണ്ട് അവൻ അറിഞ്ഞൂടാ അവൻ ഒപ്രസറാണ്, അവൻ മണ്ടനാണ്. മനസ്സിലായ? തിയറി പറയുമ്പോ അതാ വരിക. അവൻ അറിഞ്ഞൂടാ അവൻ ഒപ്രസറാണ്, മർദ്ദിതനാണ്, മർദ്ദിക്കപ്പെടുന്നവനാണ്, ഒപ്രസറാണെന്ന് അറിഞ്ഞൂടാ. മറ്റവൻ അറിഞ്ഞൂടാ അവൻ ഒപ്രസറാണ്. മനസ്സിലായില്ലേ? ഇത് രണ്ടും പറഞ്ഞൂടാ എന്താ സാധനം. തിരിച്ചറിവ്, നമ്മൾ തിരിച്ചറിവ് വേണം, അതില്ല. അപ്പൊ ഞാൻ ഒപ്രസ്ഡാണ്, ഞാൻ മർദ്ദിക്കാൻ അധികാര രൂപമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ മൂത്രവെച്ചെന്നല്ല അയാൾ പറയുന്നത്. അവൻ ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള ഒരു അധികാരത്തെ പ്രവർത്തിക്കുകയായിരുന്നു. ഇന്റേണലൈസിങ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് പവർ. നമ്മള് ചില അധികാരം നമ്മളെ മനസ്സിലൂടെ അങ്ങ് ഉറപ്പ്, എനിക്കതൊക്കെ ചെയ്യാനുള്ള ഇതുണ്ട് എന്ന് അങ്ങ് വിചാരിക്കും. അതിനാണ് നമ്മൾ ഇന്റേണലൈസേഷൻ ഓഫ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് പവർ. അധികാര രൂപം ഇങ്ങനെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അവനോട് പറയും, അപ്പൊ മറ്റവനൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടതാണെന്ന് നമുക്ക് ബോധം. അടുക്കളയിൽ പണിയൊക്കെ എടുക്കുന്നത് നിങ്ങൾ സ്ത്രീകള് അടുക്കളയിൽ ഒരു പുരുഷൻ വന്നിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുക നിങ്ങളുടെ വീട്ടുകളിൽ നിന്ന്. അമ്മ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതോട് നിസാര സമയം ക്ലാസ്സൊക്കെ പോയിട്ട് കുറച്ച് നേരം കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ പ്ലേറ്റ് ഒക്കെ കഴിക്കാറുള്ളൂ, കളിക്കുന്ന വിളിക്കാക്കി വല്ല ആണുങ്ങളാരും അപ്പൊ അതെന്ന് ചോദിച്ചാൽ ഇയാൾ വിചാരിക്കുന്നത് ഇത് ഇയാളൊന്നും ചെയ്യാനിരിക്കുന്ന പണിയല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ചെറുപ്പം മുതലേ ഇന്റേണലൈസ് ചെയ്യും. അതാണ് ഇന്റേണലൈസിങ് ദ പവർ. അധികാരം ഞാനിങ്ങനെ ഇന്റേണലൈസ്, ഞാൻ ഡൈനിങ് ടേബിളിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ മതി. പ്ലേറ്റ് കഴുകാൻ എൻ്റെ മോള് വരും. പ്ലേറ്റ് കഴുകാൻ വേണ്ടി മോളുണ്ട്, ഭാര്യയുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്റേണലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നുകയാണ് നിങ്ങൾ ഭയങ്കര ആളാണ് എന്ന് തോന്നുന്നുണ്ട്, ഞാൻ മറ്റവളെക്കാൾ ഭയങ്കരിയാണ്, ഞാൻ മറ്റവളെക്കാൾ ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ്, എനിക്ക് ഭയങ്കര ഇതുണ്ട്, ഞാൻ വലിയ സമ്പന്ന കുടുംബത്തിൽ വരുന്നതാണ്, ഞാൻ സമ്പന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ്, ഉന്നത ജാതിയിൽപ്പെട്ടതാണ്, മറ്റവൻ വേറൊരു ജാതിയിൽപ്പെട്ടതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് യു ആർ. നിങ്ങൾക്കറിയാം നിങ്ങൾ സാമൂഹികമായി എന്താണോ അതാണ് നിങ്ങൾ എടുക്കുന്നത്, ഇന്റേണലൈസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഒപ്രസറും ഒപ്രസ്ഡ് ആയ അയാളും
ഒരുപോലെ ആരാണ്? ഒരുപോലെ ഇഗ്നറന്റ് ആണ്. ഒരുപോലെ ഇഗ്നറന്റ് ആണ്. അപ്പൊ ഒപ്രസറോട് സോഷ്യൽ വർക്കർ എന്താ പഠിപ്പിക്കുക? നിങ്ങൾ എങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒപ്രസർ ആയത് അയാളോട് പഠിപ്പിക്കുക. അവനോട് പറയാ നീ എങ്ങനെയാണ് ഒപ്രസർ ആയത് അവനോട്. അവനോ ഇത് രണ്ട് ഈ ഇഗ്നറൻസ് പൊളിക്കുക. ബ്രേക്കിംഗ് ദ ഫോർട്ട് ഓഫ് ഇഗ്നറൻസ്. അതാണ് നിങ്ങൾ പണി. വിളിച്ചു കഴിഞ്ഞാൽ അവനോട് പറയാം. അപ്പൊ അവന് മനസ്സിലാവും അവനല്ല ഈ മൂത്രമൊഴിച്ചത്, അവന്റെ തലയിൽ മൂത്രമൊഴിച്ചത് അവനല്ല, അവനെന്ന സാമൂഹിക അധികാര രൂപമാണ് മൂത്രമൊഴിച്ചത് എന്ന് അവന് തിരിച്ചറിഞ്ഞാൽ അവനെ രക്ഷപ്പെടാം. പെട്ടുപോയി. അവന് മനസ്സിലാക്കി അവന് രക്ഷപ്പെട്ടു. മറ്റവനും രക്ഷപ്പെടാം. മറ്റവൻ പറയാം നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങൾക്ക് ഇങ്ങനെ അധികാരം ഉണ്ടെന്നൊക്കെ തോന്നുന്ന ഒരു സാധനം ഉണ്ട്, അത് അങ്ങനെ രൂപപ്പെട്ടു വന്നുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അവരും തിരിച്ചത്. ഇതിനെയാണ് കോൺസെൻട്രൈസേഷൻ എന്ന് പറയുന്നത്. Conscientization. So social workers primarily job is to conscientize society, teach society what you are and what you are not. Okay, I stop here. We become a very good academic and a social worker. Thank you very much.